നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവനവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹോസന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബേഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് ചെല്ലുന്നത് പീലാത്തോസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അധികാരം പിടിച്ചെടുക്കാനാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. കൈസറോട് മത്സരിക്കുകയാണ് യേശുവിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ യേശു യെരുശലേമിൽ ചെന്ന് ചെയ്തത് ദേവാലയത്തെ ശുദ്ധീകരിക്കുകയായിരുന്നു. യെരുശലേം ദേവാലയം ദൈവാരാധനയ്ക്ക് വേണ്ടി ഉള്ള പവിത്ര സ്ഥാനമായിട്ടാണ് ദൈവം വേർതിരിച്ച് അവർക്ക് നൽകിയത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. അവിടെ നടക്കുന്നതെല്ലാം കച്ചവടമാണ്. ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്നാണ് കാളകളെയും ആടുകളെയൊക്കെ കൊണ്ടുവരേണ്ടത്. പ്രാവിനെ പോലും അവർ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ മഹാപുരോഹിതന്മാർ അതൊക്കെ കച്ചവടക്കാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കച്ചവടക്കാർക്ക് പൈസ കൊടുക്കുക, അവർ ആടിനെയും കാളയൊക്കെ സംഘടിപ്പിച്ചുകൊള്ളും, നിങ്ങൾക്ക് തരും, പ്രാക്കുഞ്ഞിനെ പോലും. വാസ്തവത്തിൽ മഹാപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മൂപ്പന്മാരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഈ വ്യാപാരം അവിടെ നടന്നു വന്നത്. യേശു പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അവിടെ ആരാധനയല്ല നടക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകണം, അത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനെ ഒരു കച്ചവട സ്ഥലമാക്കി അവർ മാറ്റി. അത് ശരിയല്ല, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശു നാണ്യപീഠങ്ങളെ മറിച്ചു കളഞ്ഞു. പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചു കളഞ്ഞു. ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്ന് പറഞ്ഞ് ചാട്ടവാറെടുത്ത് അവരെ വീശുവാനിടയായി. ആ സമയത്തൊക്കെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ദാവീദ് പുത്രൻ ഹോസന്ന, ദാവീദ് പുത്ര രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും യേശുവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇതെന്താണ് ഈ കുട്ടികളൊക്കെ ആർക്കുന്നത്? അവരെ ശാസിക്കുക എന്നുള്ള അർത്ഥത്തിൽ. യേശു പറഞ്ഞു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് പുകഴ്ച നിയമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അത് 8-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും യേശുവിനോട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ യേശുവിലാണ് നിറവേറ്റപ്പെട്ടത്. യേശു വരുമ്പോൾ കുട്ടികൾ പോലും യേശുവിനെ മനസ്സിലാക്കി യേശുവിനെ ആരാധിക്കാൻ, സ്തുതിക്കാൻ ഇടയായിത്തീരും എന്ന് പഴയ നിയമത്തിൽ വാക്യമുണ്ടായിരുന്നു. അതാണ് ഇവിടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് യേശു യഹൂദ പുരോഹിതന്മാരോട് പറയുവാനിടയായി.
യെരൂശലേം ദേവാലയത്തിൽ വസിച്ച് അതിനെ പരിശുദ്ധമാക്കി തീർത്തത് വേറെ ആരുമല്ല, താൻ തന്നെയായിരുന്നു. ആ ദൈവമാണ് മനുഷ്യനായതെന്ന് യേശു ഇവിടെ തെളിയിക്കുകയായിരുന്നു. യേശു അത് പറഞ്ഞിരുന്നു, ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. മറ്റൊരിക്കൽ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, തൻ്റെ ശരീരമായ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിന് പണിയാം. മറ്റൊരിക്കൽ യേശു പറഞ്ഞു, ഈ ദേവാലയം കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ യെരൂശലേം ദേവാലയം ഇടിഞ്ഞു പോകാൻ ഇടയായിത്തീരും. എന്നാൽ താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായിത്തീരും. തന്നിലാണ് ദൈവം വസിക്കുന്നത്, തൻ്റെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്, അല്ലാതെ ഈ ദേവാലയത്തിലല്ല എന്ന് യേശു ആവർത്തിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം ദേവാലയത്തിൽ വസിച്ചിരുന്നു, യെരൂശലേം ദേവാലയത്തിൽ വസിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് ഒരു നിഴലായിരുന്നു. മനുഷ്യ ശരീരത്തിൽ വസിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിൻ്റെ നിഴലായിരുന്നു. യേശു അത് തെളിയിച്ച് കാണിച്ചു. തന്നിൽ ആണ് ദൈവം വസിക്കുന്നതെന്ന് യേശു തെളിയിച്ച് കാണിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരാളുടെയും ഉള്ളിൽ ദൈവം വരികയാണ്. നമുക്കറിയാം, ദൈവത്തെ തേടി ആളുകൾ അലയുകയാണ്. ചിലർ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു, ചിലർ പടിഞ്ഞാട്ട്, ചിലർ തെക്കോട്ട്, ചിലർ വടക്കോട്ട്. ആചാരങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും ദൈവത്തെ തേടി അലയുകയാണ്. പക്ഷേ ആ ദൈവം അദൃശ്യനായി നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദൃശ്യനായി ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ ഹിം ഹി ഈസ് എ ക്രിസ്ത്യൻ. ആരുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ അവരാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്തുവിനെ ക്ഷണിക്കണം. ഞാൻ പാപിയാണ്, കുരിശിലെ കള്ളനെ പോലെ. ഞാൻ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്ന പാപിയാണ്. അങ്ങ് അരുതാത്തൊന്നും ചെയ്യാത്ത പരിശുദ്ധനാണ് എന്ന് സമ്മതിച്ച് യേശുവിനെ ദൈവവും രക്ഷകനും ഇടയനും വഴികാട്ടിയും ആയിട്ട് നമ്മൾ സ്വീകരിച്ചാൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മുടെ ശരീരം ദേവാലയമായിട്ട് മാറും. തീർച്ചയായിട്ടും ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ഏതൊരാൾക്കും, കൊച്ചുകുട്ടികൾക്ക് പോലും സാധിക്കും. അതാണ് ഇവിടെ ബാലന്മാർ ആർത്തത് ദാവീദ് പുത്രൻ ഹോശന്ന എന്ന്. അപ്പോൾ പ്രായഭേദമന്യേ ആളുകൾക്ക് ആത്മീയ ജീവിതം നയിക്കാനായി സാധിക്കും. ഈ കാലത്ത് മയക്കുമരുന്നിൻ്റെ വലിയ അതിപ്രസരം, മയക്കുമരുന്ന് മൂലം ഉള്ള കൊലപാതകങ്ങൾ, കവർച്ചകൾ ഒക്കെ സ്കൂളിലും കോളേജിലും പോലെ ഓഫീസുകളിലും തൊഴിൽശാലകളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ അസ്വസ്ഥമായിരിക്കുകയാണ്. സ്വന്തം മക്കളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തേക്ക് നാം വന്നിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഏത് കുട്ടിക്കും വ്യത്യാസമുണ്ടാകും എന്നുള്ളത് യേശു ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് ഈ രൂപാന്തരം അനുഭവിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.